പ്ലസ് ടു കഴിഞ്ഞ് എവിടെ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റി നിങ്ങൾക്ക് ധാരണയൊന്നുമില്ലല്ലോ. ഈ ഒരു വീഡിയോയിലൂടെ ജർമ്മനിയിലെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും അതുപോലെ അവിടെയുള്ള ജോലി സാധ്യതകളെ പറ്റിയിട്ടും ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിലെത്തി എഞ്ചിനീയറിംഗ്, മെഡിസിൻ അല്ലെങ്കിൽ ബിസിനസ് ഈ മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയും അത് കഴിഞ്ഞ് അവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കും. പ്രത്യേകിച്ചും ഔസ്ബിൽഡും അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ചെയ്യുന്നവരാണെങ്കിൽ. പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിൽ വന്ന ഒരു സ്കിൽഡ് വർക്കറായി ജോലി ചെയ്യാൻ സഹായിക്കുന്ന പഠനമാണ് വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ ഔസ്ബിൽഡും. ഔസ്ബിൽഡും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 2 to 4 years വേണം. ഔസ്ബിൽഡും കോഴ്സിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. അതുപോലെ മിനിമം ജർമ്മൻ ലാംഗ്വേജ് B2 പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഔസ്ബിൽഡിംഗ് സ്റ്റഡി പീരീഡിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. നാട്ടിൽ നിന്ന് നഴ്സിംഗ്, ഔസ്ബിൽഡിംഗ് കോഴ്സസ് പഠിക്കാൻ എത്തുന്നവരാണ് ജർമ്മനിയിൽ കൂടുതലും. എന്തെന്നാൽ നഴ്സിംഗ് പ്രൊഫഷന് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ജർമ്മനിയിലുള്ള ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആൻഡ് ഡു കമൻറ്റ്സ് ബിലോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.